वक्त प्लेटफॉर्म में जितनों ने आया है उन्हीं सभी के लिए प्रार्थना करते हैं। ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നയിലെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. നിശ്ചയമായിട്ടും ദൈവം നമ്മോട് സംസാരിക്കും. निश्चय ही प्रभु ने हमारा साथ बातचीत करेंगे, प्रार्थना के साथ निरंतर उनके साथ रहते ही रहे. കാരണം ദൈവത്തോട് നാം ചോദിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി സകലതും നൽകി തരുന്നു. हम प्रभु की ओर मांगे, प्रभु हमें सब कुछ पूरा कर देंगे. കാരണം വചനം പറയുന്നത് ചോദിക്കുന്ന ഏവനും ദൈവം കൊടുക്കുന്നു. प्रभु की वचन यही सिखाता है, मांगो मिल जाएगा. അപ്പോൾ നാം ദൈവത്തോട് ചോദിച്ചാൽ ദൈവം നമുക്ക് നൽകി തരാമെന്നുള്ള വാഗ്ദത്തം നമ്മുടെ മേലുണ്ട്. मांगेगा तो प्रभु पूर्णता में लाएंगे, ये वायदा प्रभु की है. എന്നാൽ പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി നൽകി തരുന്ന അനുഗ്രഹങ്ങൾ, നന്മകൾ നമ്മൾ അലക്ഷ്യമാക്കാറുണ്ട്. और कई बार प्रभु हमारे लिए अनुग्रह देने के लिए है, तैयारी है, लेकिन हम उदासीनता में है. അതെ, ദൈവം നമുക്ക് തരുന്നതിനെ നാം കാത്തു സൂക്ഷിക്കാതെ ആ തുടർന്നുള്ള അനുഗ്രഹം പ്രാപിപ്പാൻ നാം ഒരുക്കമില്ലാതിരിക്കുമ്പോൾ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടും. प्रभु ने हमारे लिए दिए देता है, देने का जो वरदान हम नष्ट कर देते हैं. ആമേൻ. അങ്ങനെ തിരുവചനം പരിശോധിക്കുമ്പോൾ അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാൻ കഴിയും. बाइबल के इतिहास में बहुत प्रकार की लोगों को हम देखते हैं, पाते हैं. അവരുടെ ജീവിതത്തിൽ അവർ ദൈവം നൽകിയതിനെ കാത്തു സൂക്ഷിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് ലഭിച്ചതിനെ അവർ സൂക്ഷിക്കാതെ നഷ്ടപ്പെടുത്തിയ അനേക വ്യക്തി ജീവിതങ്ങളെ കാണുവാൻ കഴിയും. हमारा बाइबल के इतिहास में प्रभु ने वरदान दिया है, ये वरदान उपयोग में लाता नहीं है, अपना स्वयं निधि पर जाते, इसी कारण में उन्हीं में से नष्ट हो जाता है. അത് പലപ്പോഴും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാൽ നമുക്ക് ലഭിക്കുന്നതിനെയാണ് നമ്മൾ അലക്ഷ്യമാക്കി നഷ്ടപ്പെടുത്തുന്നത്. वो तो हमारा योग्यता को देखते हुए नहीं, हमें मिलता हुआ वरदान हम उदासी होकर त्याग करते हैं. നമുക്കെല്ലാം പരിചയമുള്ള ഒരു വ്യക്തിയെ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. हमें स्वयं परिचय की एक व्यक्ति के बारे में हम मनन करने के लिए आ रहा है. ആ കാരണം പുതുതായിട്ടൊന്നുമല്ല, നമ്മളെപ്പോഴും കേട്ടിട്ടുള്ള, നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കുറിച്ച് തന്നെ. नए तौर से नहीं, बहुत बार उनके बारे में सीखा है और हमारे मनन भी करते हैं. ആ വ്യക്തിയെ ദൈവം തെരഞ്ഞെടുത്തു, ദൈവം തനിക്കായിട്ട് ദൈവം നിലനിർത്തി. हमें उन्होंने चुन लिया है, मसीह के लिए बने रहने के लिए प्रभु सहाय देता है. ലേക്കിൻ ആമേൻ തനിക്ക് ലഭിക്കുവാൻ യോഗ്യതയില്ലാത്ത പദവി ലഭിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയ വ്യക്തി. अयोग्यता योग्यता में लाया है, लोग अयोग्यता में अपना वरदान को त्याग किए हुए व्यक्ति. അത് നമ്മളെപ്പോഴും പറയാറുണ്ട്, ആമേൻ, യോഗ്യതയില്ലായിരുന്ന സ്ഥാനത്താണ് നമ്മെ ദൈവം യോഗ്യരാക്കി തീർത്തത്. हम अयोग्यता में थे, प्रभु मसीह ने हमें योग्यता में लाया है. എന്നാൽ ആ യോഗ്യമായ സ്ഥാനത്ത് ദൈവം കൊണ്ടുവന്നു കഴിഞ്ഞാൽ നാം ദൈവസേനയിൽ വിശ്വസ്തരായി നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. हम ये योग्यता की सीमा में लाया है, निरंतर मसीह में बने रहे. അതെ, പ്രൈസ് ദി ലോർഡ്. നമുക്ക് വായിക്കാം 1 ശമൂവേലിന്റെ പുസ്തകം 13-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം. और पहले शमूएल की पुस्तक 13वां अध्याय की 13वां पद. ആമേൻ. അവിടെ 11, 12, 13 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ആമേൻ, ദൈവം നൽകിയ സ്ഥാനം നഷ്ടപ്പെടുത്തിയ ഒരു വ്യക്തി. और 13 11 11, 12, 13. 13 11 12. वहां पर प्रभु ने एक वरदान दिया था और अपना काम कार्य से वो त्याग किया है. ആ വ്യക്തിയോട് ദൈവം സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ശമൂവേൽ മുഖാന്തരം ദൈവം ആ വ്യക്തിയോട് സംസാരിക്കുന്ന വാക്കുകളാ അതിന്റെ 13-ാം വാക്യം. और 13वां पद में यही लिखा है, शमूएल ने शाऊल से कहा, तूने मूर्खता की काम किया है, इसके बारे में लिखा गया है. അതെ, അവിടെ ശമൂവേൽ പറയുന്നത് ശൗലിനോട്, നീ ചെയ്തത് ഭോഷത്വം, നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിച്ച കൽപ്പന നീ പ്രമാണിച്ചില്ല, യഹോവ ഇസ്രായേൽ മേൽ നിന്റെ രാജത്വം എന്നേക്കും സ്ഥിരമാക്കുമായിരുന്നു.
शमूएल ने शाऊल से कहा, तूने मूर्खता का काम किया है, तूने अपने परमेश्वर यहोवा की आज्ञा को नहीं माना, नहीं तो यहोवा तेरा राज्य इस्राएलियों के ऊपर सदा सिर रखता था. ആമേൻ. ഒന്ന് ചിന്തിച്ച്, ദൈവം അവന് വേണ്ടി ഒരു പദ്ധതി ഒരുക്കുമ്പോൾ, അവന് ചില സ്ഥാനമാനങ്ങൾ നൽകി വീണ്ടും ആദരിക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ അത് അലക്ഷ്യമാക്കി കളഞ്ഞു. यहोवा परमेश्वर ने शाऊल की इतना आदरणीय पदवी दिया, अपना स्वयं वो त्याग किया गया है. ആമേൻ. ശൗലിന്റെ തോൽവിയുടെ ചില കാരണങ്ങൾ, ചില ആമേൻ സംഭവങ്ങൾ നമുക്ക് ഇന്ന് പകൽക്കാലം ചിന്തിക്കാം. और शाऊल के मन में आया जो गिरावट के बारे में हम थोड़ा मनन करें. കാരണം ദൈവം അവനെ ജയിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തപ്പോൾ അവന്റെ ജീവിതത്തിൽ വലിയ തോൽവി സംഭവിച്ചു. तो कारण यही है, विजय पाकर आगे बढ़ने के लिए चुन लिया, लेकिन अपना आपकी जिंदगी स्वयं जीवित रीति में पर्याप्त हुई है. കാരണം ഇവിടെ ദൈവവചനം ഈ 1 ശമൂവേൽ 13-ാം അധ്യായത്തിന്റെ ആരംഭം മുതൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കാണുന്നത്, शमूएल की पुस्तक 13वां अध्याय के पहले पद से लेकर ऐसी प्रकार मनन कर सकते हैं. ആമേൻ. ദൈവം ശൗലിനെ തിരഞ്ഞെടുത്തത് അവന്റെ 30-ാമത്തെ വയസ്സിലാണ്. शाऊल को चुन लिया यहोवा परमेश्वर ने 30वां वर्ष में है. അവനെ ഇസ്രായേലിന് എന്നേക്കും രാജാവായി, തലമുറയായി രാജാവായി ഇരിക്കുവാൻ വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്. इस्राएलियों की राजा होकर प्रभुता करने के लिए यहोवा ने शाऊल को चुन ली है. നമുക്കറിയാം, അതുവരെയും ഇസ്രായേലിന് ഒരു രാജാവില്ലായിരുന്നു. ആ ഒരു പുതിയ സ്ഥാനത്തിലേക്ക്, ഒരു പുതിയ പദവിയിലേക്ക് ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവരികയാണ്. और तब तक उनका इस्राएलियों को राजा नहीं था, ये राजा होकर प्रभुता करने के लिए यहोवा ने चुन लिया है. ദൈവം ആമേൻ ഇസ്രായേലിനെ നടത്തി കൊണ്ടുവന്ന് ദൈവമാണ് അവരെ പരിപാലിച്ചത്. പക്ഷെ അവർക്ക് ജാതികളെ പോലുള്ള ചില സംഭവങ്ങൾ വേണമെന്ന് ദൈവത്തോട് പറഞ്ഞപ്പോൾ यहोवा परमेश्वर ने इस्राएलियों को चुन लेकर उनको चराया और चलाया, उनका जीवन की सारी चीज दिया. लेकिन इस्राएलियों ने यहोवा के विरोध में गुड़गुड़ाने के लिए शुरू किया, अन्य जातियों को राजा है, हमें प्रभुता करने के लिए एक राजा की जरूरत है. അവൻ ഇസ്രായേൽ ജനത്തിന് അതുവരെയും വന്നതായ ആചാരങ്ങൾ അല്ലെങ്കിൽ ദൈവം നടത്തിക്കൊണ്ടുവന്നതായ ആ വഴികളെ അവർ പെട്ടെന്ന് വിട്ടുമാറി. और इस्राएलियों को यहोवा परमेश्वर ने चलाया, जो रास्ता उन्होंने भूल गया है. കാരണം അവർ ഇപ്പോൾ ചിന്തിക്കുന്നത് മറ്റു ജാതികൾക്കുള്ളതുപോലെ നമുക്കും വേണം. वो अभी चिंता करते हैं अन्य जातियों को भाषा राजा है, ऐसे प्रकार हमको चलाने के लिए भी राजा की जरूरत है. വിശ്വാസി ആമേൻ ഒരു ദൈവപൈതന്റെ ജീവിതത്തിലും പലപ്പോഴും സംഭവിക്കുന്ന ഒരു വിഷയമാണിത്. विश्वासियों का जीवन में भी यही हाल होते रहते हैं. ലോകത്തിന്റെ എല്ലാ മോഹങ്ങളും വിട്ട് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് എല്ലാം വിട്ടെറിഞ്ഞ് വന്നിട്ട് ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പിന്നെയും അതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ഒരവസ്ഥ. और दुनिया की हर काम कार्यों में जीवन बिताया हुआ व्यक्ति मसीह में आता है, मसीह में वास करते, जो अपने प्रभु की बुलाहट त्याग करके पुराना रास्ता में जाते हैं, ये हम देख पाते हैं. ഇന്നത്തെ സാഹചര്യം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, ഇന്നും അനേകർ ആ പഴയതിലേക്ക് അല്ലെങ്കിൽ ലോകത്തിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് കാണുവാൻ കഴിയും. आज की इतिहास हम देखेगा तो पुराना समय में जिंदगी में क्या थे, जो रास्ता वापस अपनाया है. പൂർവ്വപിതാക്കന്മാർ വേണ്ടെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത്, വെറുത്തതിനെ ഇപ്പോൾ അത് സഭയ്ക്കുള്ളിലേക്ക് കൊണ്ടുവരാൻ തുടങ്ങിയിരിക്കുക. हमारा पुरखाओं ने त्याग किया हुआ वस्तु चीज और अभी नए सिरे से जन्म पाए हुए वो लोग वापस लेना चाहता है. കാരണം പൂർവ്വപിതാക്കന്മാർക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ആ വെളിപ്പാടും ദർശനവും ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. कारण पुरखाओं को प्रभु ने दर्शन दिया, उनको बुलाहट दी,
जो बात नए लोग जवानियों वो त्याग किया करता है। ഒരു സമയത്ത് ഭക്തിയോടും കൂടെ ആദരവോടും കൂടെ ദൈവത്തെ ആരാധിച്ചിരുന്നവർ അല്ലെങ്കിൽ ദൈവത്തെ ഭയപ്പെട്ടിരുന്നവർ ഇന്ന് അതെല്ലാം മാറ്റി വെച്ചിട്ട് അവർ പുതിയൊരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. और अपना जिंदगी में प्रभु की बुलाहट मिली, तब त्याग किए हुए सारे वस्तुओं को आजकल की ये पीढ़ियों वापस अपनाया है। രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വന്ന സമയത്തിൽ അത് ചെയ്യാൻ പാടില്ല, ഇത് പറയാൻ പാടില്ല, ഇതെല്ലാം അശുദ്ധമെന്ന് എണ്ണി മാറ്റി വെച്ചതിനെ വീണ്ടും അവർ കൊണ്ടുവരുവാൻ തുടങ്ങി. मंडराया, बपतिस्मा लिया, यीशु को ग्रहण किया, अपनाया और स्वयं त्याग किया हुआ सारे वस्तु आज की पीढ़ी वापस अपनाता है। അത് ഇന്നത്തെ പെന്തക്കോസ്ത് ഗോളത്തിലേക്ക് ഒന്ന് ചിന്തിക്കാമെങ്കിൽ, ഒന്ന് പരിശോധിക്കാമെങ്കിൽ ആമേൻ പഴയതായ വിശുദ്ധിയും വേർപാടും എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. आजकल के युवा जवानियों के बीच में अपना बाप दादों ने त्याग किया हुआ सारे वस्तु और सारे चीज वापस अपनाता है। അവർ അശുദ്ധമെന്ന് എണ്ണി മാറ്റി നിർത്തിയതിനെ ഇന്ന് വിശുദ്ധമെന്ന് ആമേ പേര് ചൊല്ലി അകത്തേക്ക് കൊണ്ടുവരികയാണ്. अशुद्ध है, अपवित्र है, पुरखाओं ने त्याग किया हुआ सारे वस्तु काम कार्य ये जो आजकल की जवानियों ने वापस लेता है। ആമേൻ. ആ പഴയ കാലത്തിൽ ഭയഭക്തിയോടുകൂടെ ദൈവത്തെ മാത്രം ആരാധിച്ചിരുന്ന, ദൈവത്തെ മാത്രം വിശ്വസിച്ചിരുന്ന ആ ഒരു തലമുറ മാറി ഇന്ന് വേറൊരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. और यीशु मसीह को अपनाया, ग्रहण किए जो लोग, पुरखाओं ने त्याग किया हुआ वो वस्तु चीजों अपनाते हुए दूसरा एक रास्ता ढूंढ रहा है। പൗലോസ് സഭയോട് ഓർമ്മിപ്പിക്കുന്നത്, നിങ്ങളെ നടത്തിയവരെ ഓർത്ത്, അവരുടെ ജീവാവസാനത്തെ ഓർത്ത് നിങ്ങൾ അതിനെ പിന്തുടരാനാ പറയുന്നത്. प्रेरित पौलुस ने लोगों को ऐसे सिखाया है, तुम्हें मसीह में से पाया हुआ अनुग्रह वरदान तू आगे बढ़ के जिंदगी में भी अपनाने के लिए प्रयत्न करे। ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം കാണിച്ചു തന്ന ഒരു മാതൃകയുണ്ട്. കാരണം ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി ദൈവം മോശയോട് സംസാരിക്കുമ്പോൾ और मूसा की तरह इस्राएलियों को एक नमूना बता दिया है, वो रास्ता पर जाने के लिए प्रभु की बुलाहट उनको मिली है। കാരണം മോശയോട് ദൈവം പറഞ്ഞത് ഇങ്ങനെയാണ്, നീ പർവ്വതത്തിൽ ഞാൻ നിന്നെ കാണിച്ച പ്രകാരം മാത്രമേ നീ ഉണ്ടാക്കാവൂ. और यहोवा परमेश्वर ने मूसा की ओर यह कहने लगा, पहाड़ की चोटी पर मैं तुमको जो दिखाया है, जो दिखाया वो आदृश्यों में तूने आराधनालय बनाना। നോക്കിയേ പ്രൈസ് ദി ലോർഡ്. ദൈവം കാണിച്ചു കൊടുത്ത മാതൃകയിൽ അതേപടി ചെയ്യുവാൻ ദൈവം പറയുമ്പോൾ ഇസ്രായേൽ ജനം അവർക്ക് സ്വന്തമായിട്ട് അവർ തെരഞ്ഞെടുക്കുക. और यहोवा परमेश्वर ने पहाड़ की चोटी पर जो और नमूना दिखाया, वो बात लोग आजकल दिनों में त्याग कर अपना मन में जो चीज होते हैं इसके आधार पर किया करता है। ഇന്ന് ആമെ കാണുന്നതെല്ലാം വിശുദ്ധമെന്ന് പറഞ്ഞ്, കാണുന്നതെല്ലാം അത് ശരിയെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ ഓടുന്ന ഒരു തലമുറ നമുക്ക് കാണാൻ കഴിയും. आजकल दिनों में हमारे आंख के सामने क्या चीज देखते हैं, वो चीज भला अच्छा है जो सोच समझ कर उन्होंने आगे दौड़ रहा है। എന്നിട്ട് പറയുന്നതോ, ഇതെല്ലാം ദൈവം നമുക്ക് വേണ്ടി നൽകി തന്നതാണ്, ഇതെല്ലാം നമുക്ക് ഈ ലോകത്തിൽ ആസ്വദിക്കാനുള്ളതാണ്, ഇതെല്ലാം നമുക്ക് പ്രാപിക്കാനുള്ളതാണെന്ന് പറഞ്ഞ് അതിന്റെ പിന്നാലെ ഓടുക. ऐसा कहलाता है ये सब कुछ प्रभु ने हमारे लिए और चख कर देखने के आश्वासन करने के लिए दिया है, उसकी आधार पर जाने के लिए प्रभु दिए हुए हैं। എന്നാൽ ദൈവവചനം പറയുന്നത് അത് വിട്ടോടി, ആമേൻ, ദൈവത്തിന്റെ ജനത്തോട് പറയുന്നത് അത് വിട്ടോടി നീ ദൈവ വ്യവസ്ഥ പ്രകാരം ജീവിക്കണമെന്ന്. इसीलिए चेतावनी यही है, प्रभु ने दिखाया हुआ वो देखते हुए और महिमा प्राप्त करते हुए, प्रभु ने दिया हुआ वो दर्शन की आधार पर जाने के लिए प्रभु की बुलाहट आज सुबह ही वक्त भी है।
ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം കാണിച്ചു തന്നതായ ഒരു ദർശനമുണ്ട്, ഒരു വെളിപ്പാടുണ്ട്, ഒരു പ്രത്യേകമായ ഒരു വഴിയുണ്ട്. അതിൽ നമുക്ക് മുന്നേറാൻ ശ്രമിക്കാം. मेरे प्यारो, यही चेतावनी सुबह ही वक्त दे रहा है। प्रभु ने हमको एक दर्शन दिखाया, रास्ता बताया। वो रास्ता पर जाने के लिए आज भी प्रभु की बुलाहट हमारे ओर है। അതിൽ നിന്ന് നമ്മെ വ്യതിചലിപ്പിക്കുവാൻ, അതിൽ നിന്ന് നമ്മെ മാറ്റുവാൻ ശത്രുവായവൻ പല തന്ത്രങ്ങളും ഉപായങ്ങളും പ്രയോഗിച്ചെന്ന് വരാം. उसी हाल से, उसी रास्ताओं में से हटाकर शैतान की रास्ता पर हमने जाने के लिए विविध प्रकार की काम हमारा बीच में किया करता है। അതുകൊണ്ടാണ് ഭക്തൻ പറഞ്ഞത്, ആമേൻ, വെള്ളത്തിന് കുമിള പോലുള്ള ഈ ലോകമോഹങ്ങൾക്ക് പിന്നാലെ ഞാൻ ഓടത്തില്ല എന്ന്. इसी कारण में भक्तों ने ऐसे गीत गाया, वो पानी में आते हैं इसी नाई, देखते हैं थोड़ा सा समय में नहीं देखते इसी नाई, जो रास्ता जाना नहीं। ആമേൻ. കാരണം ഈ ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്നേക്ക് നിലനിൽക്കുമെന്ന തിരുവചനം പറയുന്നത്. ये दुनिया हट जाएगा, उसको आग्रह होते हैं, वही भी नाश हो जाएगा, लेकिन प्रभु की वाणी मान लेते हुए मसीह के लिए जिए, वो बने रहेंगे। കാരണം ദൈവം നമ്മെ തെരഞ്ഞെടുത്ത ഒരു സ്ഥാനത്തിലാക്കുമ്പോൾ നമ്മൾ അവിടെ വിശ്വസ്തരായിരിക്കണം. प्रभु ने चुन लिया, वो चुनावती को स्मरण करते हुए जाए, उसी में अटल रहे। ഇവിടെ ആമേൻ, നമ്മൾ 13-ാം വാക്യത്തിൽ വായിച്ചത്, ദൈവം പറഞ്ഞത്, ഞാൻ നിന്നെ ഇസ്രായേലിൽ എന്നേക്കും രാജാവായി വാഴിക്കുമായിരുന്നു. पहले शमूएल की पुस्तक 13वां अध्याय 13वां पद में लिखा, शमूएल ने शाऊल से कहा, तूने मूर्खता का काम किया है, तूने अपने परमेश्वर यहोवा की आज्ञा को नहीं माना। ആമേൻ. അതുകൊണ്ട് അവന് സ്ഥിരമായി കിട്ടേണ്ട രാജ്യത്വം അവന് നഷ്ടപ്പെട്ടു. इसी कारण में स्थिर रहते हुए राज सिंहासन उन्हीं में से नष्ट हो गया है। എന്നാൽ ഇതിന്റെ 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അവൻ ഇസ്രയേലിൽ 2 സംവത്സരം വാണു എന്ന്. 13वां अध्याय प्रथम पद में यही वचन दिया है, यहोवा चुना हुआ, अभिषेक किया हुआ शाऊल पवित्र आत्मा प्राप्त करते हुए सही रीति रास्ता पर 2 वर्ष प्रभुता किया है। അപ്പോൾ ഇവിടെ ദൈവം അവനെക്കുറിച്ച് ദൈവം ഉദ്ദേശിച്ചത് ഒന്ന്, പക്ഷെ അവന്റെ ജീവിതത്തിൽ സംഭവിച്ചത് വേറൊന്ന്. यहोवा परमेश्वर ने उन्हीं की ओर से काम कार्य करने के लिए आग्रह किया, एक बात है, लेकिन शाऊल ने चुन लिया हुआ रास्ता अलग है। ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്, ദൈവത്തിനൊരു പ്ലാൻ ഉണ്ട്. അതിനനുസരിച്ച് നമ്മൾ മുന്നേറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ എത്തിച്ചേരുവാൻ കഴിയും. और प्रभु परमेश्वर हमारे ओर से कुछ योजना है, कार्य है, जो योजना कार्य के आधार पर जाएगा तो निर्णायक जो जगह पर प्रभु हमें पहुंचाएगा। ആമേൻ. ഇവിടെ ഈ ശൗലിനെ ദൈവം തെരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു, ഇവന്റെ രാജ്യത്വം സ്ഥിരമായിരിക്കണമെന്ന്. शाऊल को यहोवा ने चुन लिया, अभिषेक किया, जो उनका राज्य स्थिर रहे, ये निर्णय थे यहोवा परमेश्वर को। കാരണം ദൈവം അങ്ങനെയാ പറഞ്ഞത്, ഇസ്രായേൽ മേൽ നിന്റെ രാജ്യത്വം എന്നേക്കും സ്ഥിരമായിരിക്കണമെന്ന്. जो बात चेतावनी दी, वो तेरे राज्य സനാതകാല തക്ക് വരെ രഹേ. എന്നെയും നിങ്ങളെയും കുറിച്ച് ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്, ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. നമ്മെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന്. हमें प्रभु की बुलाहट मिला तो प्रभु को जानकारी है, कहाँ चलाए, कहाँ रहे, क्या करूं. നമ്മെ എവിടെ കൊണ്ട് എത്തിക്കണം എന്ന് ദൈവത്തിന് വ്യക്തമായിട്ടൊരു നിശ്ചയമുണ്ട്, ഒരു പ്ലാൻ ഉണ്ട്. हमें कहाँ पहुंचाए, प्रभु परमेश्वर को एक स्थिर निर्णय है. പക്ഷെ പലപ്പോഴും നമ്മൾ ആ ദൈവത്തിന്റെ ഹിതം അറിയാതെ, ദൈവം എന്താണ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതെന്ന് അറിയാതെ നമ്മൾ ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിപ്പോകുന്നു. यही बात है, प्रभु हमें बुलाया, जो बुलाहट अज्ञानत में है, जो ग्रहण नहीं करते हैं, इसी कारण में प्रभु का बुलाहट तो त्याग कर देते हैं.
ഒന്ന് ചിന്തിച്ചു നോക്കി, ഇസ്രായേൽ അതുവരെയും സംഭവിക്കാത്ത അല്ലെങ്കിൽ അതുവരെയും ഇല്ലാത്ത ഒരു പദവി ഉണ്ടാക്കി ആ പദവിയിലേക്ക് ഈ ശൗലിനെ ആദ്യമായിട്ട് കൊണ്ടിരുത്തുക. ये बुलाहट मिलने के पहले तक इस्राएलियों का बीच में एक तस्तिया नहीं था, राजा बादशाह की वो एक तस्तिया नहीं था, वो एक बनाकर ये शबुल को उधर बैठा दिया है, रखा है. അതുവരെയും ഇല്ലാതിരുന്ന ഒരു കാര്യം പുതുതായിട്ട് അവർക്ക് വേണ്ടി ചെയ്ത് അവിടെ ഒരു വ്യക്തിയെ ദൈവം വെച്ചപ്പോൾ, ഒരു വ്യക്തിയെ അവിടെ ആ സ്ഥാനത്തിലാക്കി വെച്ചപ്പോൾ, अभी तक इस्राएलियों का बीच में राजा नहीं था, वो एक राजा को बनाने के लिए ने काम किया, जो अपने किया हुआ रास्ता को त्याग किया है. അവൻ ഈ ശൗല് അവിടെ വിശ്വസ്തനായിരുന്നു എങ്കിൽ ദൈവം അവന്റെ രാജ്യത്വം സ്ഥിരമാക്കി അവന്റെ പരമ്പര തന്നെ അവിടെ ആ ഭരണം നടത്തിയാൻ. ये शाऊल की जिंदगी में यहोवा ने उन्हें नियुक्त किया, वो सही रास्ता पर गया तो और शाऊल की परंपरागत राजा की सिंहासन पर बैठ सकते थे. അത് നമ്മെ ദൈവം തിരഞ്ഞെടുക്കുന്നത് നമുക്ക് വേണ്ടി മാത്രമല്ല, നമ്മുടെ തലമുറകളും നമ്മുടെ പിന്നിൽ വരുന്ന ആ തലമുറകൾ ആ ദൈവത്തിന് വേണ്ടി നിലനിൽക്കണമെന്ന ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. मानोगे यही बात है, प्रभु की चुनावती, प्रभु की बुलाहट हमें मिलेगा तो प्रभु को योजना है हमारा पीढ़ी कहां तक रहे. അതിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് ദൈവം ദാവീദിനെ തെരഞ്ഞെടുത്ത് അവന്റെ കുടുംബത്തെ സ്ഥിരമാക്കി വെച്ചത്. ये एक बड़ा नमूना बताया है, शाऊल और उनका और गोत्र को त्याग कर अन्य गोत्रों में ईसाई के पुत्र दावीद को चुना है. അവൻ ഇവിടെ ശൗലിനെ ദൈവം സ്ഥിരമാക്കുവാൻ, അവന്റെ രാജ്യത്വം സ്ഥിരമാക്കുവാൻ ശ്രമിക്കുമ്പോൾ അവൻ ഇതാ ദൈവസന്നിധി വിട്ട് അകന്നു പോവുകയാണ്. शाऊल की सिंहासन अटल रहने के लिए बुलाहट दी, लेकिन अपने आप वो बुलाहट को त्याग कर दूसरा रास्ता उन्होंने ढूंढ निकाला है. ഈ ശൗലിന്റെ വീഴ്ചയുടെ ഏറ്റവും ആദ്യ പടി അല്ലെങ്കിൽ അവന്റെ വീഴ്ചയുടെ പ്രധാന കാരണം, ആദ്യ കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ അഹങ്കാരമായിരുന്നു. जो शाऊल को क्या हाल हुई, ये असंभव की बात संभव की, लेकिन शाऊल ने अपना हृदय अहंकार घमंड में आया. കാരണം ദൈവവചനം പറയുന്നു, വീഴ്ചയ്ക്ക് മുമ്പ് നിഗളം വരുന്നു അല്ലെങ്കിൽ അഹങ്കാരം ഉണ്ടാകുന്നു. और बाइबल में यही सिखाता है, तो गिरावट की पगले तुम्हारा मन घमंडी हो जाते हैं. ഇവിടെ ശൗലിന്റെ ജീവിതത്തിലും ഒരു അഹങ്കാരം ഉണ്ടായി, അല്ലെങ്കിൽ ആ ഗമണ്ട് അവന്റെ ജീവിതത്തിൽ കടന്നു വന്നു. ये शाऊल का जिंदगी में यही हाल है, तो गिरने के पगले अहंकार उनका हृदय में आया है. ഇതുവരെ ഒന്നുമില്ലാതിരുന്ന ഒരു സ്ഥാനത്തേക്ക് ഞാൻ വന്നിട്ടുണ്ട്, ഈ സകല ജനത്തെയും ദൈവം ഭരിച്ചിരുന്നു, ഇനി ഞാനാണ് ഭരിക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാരം അവന്റെ ജീവിതത്തിൽ ഉണ്ടായി. और आजकल दिनों में तो इसके पगले समय तक तुम्हें प्रभुता करने के लिए एक भाषा नहीं था, लेकिन प्रभु ने ये आग्रह मुझ पर दी, ये अहंकार उनका जीवन में आया है. അവന്റെ ആരംഭം നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ദൈവത്തിന് വേണ്ടി വളരെ തീഷ്ണതയോടെ നിന്ന വ്യക്തിയായിരുന്നു. उनका आरंभ समय यही है, इतने जोरदार होकर यहोवा के लिए और काम किए हुए व्यक्ति थे. അത് എത്ര വർഷം നിന്നെന്ന് ചോദിച്ചാൽ വെറും 2 വർഷമേ നിന്നുള്ളൂ. ऐसे प्रभु की आत्मा की अगुवाई से केवल 2 ही वर्ष राज्य किया है. നമ്മൾ പറയും, പ്രൈസ് ദി ലോർഡ്, അവൻ 10-40 വർഷം ഈ ഇസ്രായേലിൽ ഭരണം നടത്തിയെന്ന് അവന് പറയുവാൻ കഴിയും. പക്ഷെ ദൈവം പറയുന്നത് അവൻ 2 വർഷമേ ഭരിച്ചിട്ടുള്ളൂ. शाऊल को ये बात कह सकते हैं, 40 वर्ष में सिंहासन गद्दे पर बैठकर प्रभुता किया, लेकिन यहोवा परमेश्वर ने कहते हैं तुम 40 वर्ष सही है, लेकिन यहोवा की इच्छा के आधार पर केवल 2 ही वर्ष से काम किया है. പ്രിയമുള്ളവരെ, ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് എത്ര വർഷം വേണമെങ്കിലും വിശ്വാസിയായിട്ടോ ദൈവദാസനോ ദൈവ പൈതലായിട്ടോ ജീവിക്കാം. പക്ഷെ ദൈവസന്നിധിയിൽ നമ്മൾ എത്ര വർഷം എന്നുള്ളതാണ് പ്രധാനം. ആമേൻ.
हमारे इतिहास के आधार पर कितना भी वर्ष भी बिता सकता है, लेकिन परमेश्वर मसीह ने देखते हैं मसीह की इच्छा के आधार पर कितना वर्ष काम कार्य के लिए समय रखा है। അതെ, നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇത്ര വർഷമായെന്ന് നമുക്ക് പറയുവാൻ കഴിയും. പക്ഷെ ദൈവസന്നിധിയിൽ അത് എത്ര വർഷം എത്ര ദിവസം വിശ്വസ്തയോടുകൂടെ നിന്നു എന്ന് ദൈവം നോക്കുന്നുണ്ട്. और हमको यही कह सकते हैं हम इतना वर्ष विश्वास योग्य रहा, सेवकाई किया, प्रभुता किया, सही बात है, लेकिन मसीह ने देखते हैं मसीह की इच्छा के आधार पर कितना वर्ष तक किया है। അതെ, ദൈവസന്നിധിയിൽ നമ്മൾ എത്ര വർഷം ജീവിച്ചു, ഈ ദൈവഹിതപ്രകാരം എത്ര വർഷം നമ്മൾ ജീവിച്ചു എന്നുള്ളതാണ് നമുക്ക് പ്രധാനം. मसीह की आज्ञा यही है, कितनी वर्ष जिया नहीं सेवकाई किया, लेकिन मसीह देखते हैं मसीह की इच्छा के आधार पर कितना वर्ष काम कार्य किया है। അതെ, ശൗലെ, നീ സിംഹാസനത്തിൽ ഇരുന്നത് ശരിയാ, ഈ ഇസ്രായേൽ ജനത്തെ ഭരിച്ചത് ശരിയാ, ഈ 40 വർഷം നീ അവിടെ ഇരുന്നുള്ളതെന്നുള്ളത് സത്യമാ. പക്ഷെ ദൈവം പറയുന്നു 2 വർഷമേ അവൻ ഭരിച്ചിട്ടുള്ളൂ. हे शाऊल, तूने 40 वर्ष सिंहासन में जो राजगद्दी पर बैठा सही है, प्रभुता किया सही है, लेकिन तुमने कहते हैं 40 वर्ष, लेकिन यहोवा ने देखते हैं प्रभु की इच्छा के आधार पर केवल 2 ही वर्ष प्रभुता किया है। അപ്പോ ഈ 38 വർഷം അവൻ എങ്ങനെയാ ഭരിച്ചതെന്ന് ചോദിച്ചാൽ, ये 38 वर्ष प्रभुता कैसा किया है? അസൂയയും അനുസരണക്കേടും ആഭിചാരവും അഹങ്കാരവും കൊണ്ട് അവൻ ഭരിച്ചത്. 38 वर्ष घमंड, अहंकार और लुच्चापन इत्यादि काम कार्यों से इस्राएलियों के ऊपर राज्य किया है। അവൻ അപ്പോ ഈ 2 വർഷം ദൈവ നിയോഗപ്രകാരം ഭരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അശുദ്ധാത്മാവിലാണ് അവൻ രാജ്യം ഭരിച്ചത്. 38 वर्ष काम किया, लेकिन अशुद्ध आत्मा की प्रेरणा से 38 वर्ष सेवकाई किया है। അവൻ ഇവിടെ അവന്റെ അഹങ്കാരം അവനെ വീഴ്ചയിലേക്ക് നയിച്ചു. उनका घमंड अहंकार उनको नाश विनाश के लिए बिठाया है। കാരണം അതിന്റെ ഒന്നാമത്തെ കാരണം എന്ന് ചോദിച്ചാൽ അവന് യോഗ്യതയില്ലായിരുന്ന ഒരു പദവിയിലേക്ക് ദൈവം കൊണ്ടുവന്നത്. उसका गिरावट के कारण अयोग्यता में थे, तुम्हें योग्यता में लाया, और वो बुलाहट चुनौती तूने नाश कर दिया है। കാരണം അവനെ അവിടെ ഇരിക്കുവാനുള്ള യോഗ്യതയില്ല, പക്ഷെ അവനെ അവിടെ കൊണ്ടിരുത്തിയപ്പോൾ അവന് അഹങ്കാരം വന്നു. कारण यही है, योग्यता नहीं थे, जो सिंहासन पर बैठने के लिए योग्यता नहीं थे, तुमको योग्य बनाकर जो रास्ता दिया वो तूने अहंकार बना दिया है। അതുകൊണ്ട് അവൻ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ, ഇവിടെ തിരുവചനം പറയുന്നു അവൻ ചെയ്യാൻ യോഗ്യതയില്ലാത്ത, ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം അവൻ ചെയ്തു. योग्यता नहीं थे, उनको बुलाकर योग्यता दिया है, करना नहीं जो बात उन्होंने किया है। എന്ന് പറഞ്ഞാൽ എനിക്ക് അധികാരമുണ്ട്, അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്യേണ്ട കാര്യമായാലും എനിക്കും ചെയ്യാൻ കഴിയും എന്ന് അവൻ അവിടെ തെളിയിക്കാൻ പോയത്. उन्होंने मनभावनी यही है, जो कर बुलाहट है, मैं हुकूमत करता है, मुझे को कर सकता है, मैं किया करता है, अनुकरण करो। കാരണം ഓരോരുത്തർക്കും ചെയ്യുവാനുള്ള ഓരോ പദവികൾ, ഓരോ സ്ഥാനങ്ങൾ ദൈവം കൊടുത്തിട്ടുണ്ട്. यहोवा परमेश्वर ने एक एक व्यक्तियों को प्रत्येक तौर पर काम कार्य के लिए अधिकार दिया देता है। അവൻ യാഗം നടത്തുവാനുള്ളത് അത് ശമൂവേലിന്റെ ജോലിയാ, അത് ശൗലിന്റെ ജോലിയല്ല. बलि चढ़ाने की, धूप मचाने की काम शमूएल का है, राजा का नहीं, शाऊल का नहीं। കാരണം ശൗല് ഭയപ്പെട്ടിട്ടാണ് ഈ യാഗം കഴിച്ചത്. शाऊल इतने भयभीत होकर बलि किया, चढ़ाया है। കാരണം അവൻ ശമൂവേൽ നിശ്ചയിച്ചിരുന്ന 8-ാം വാക്യം മുതൽ നമ്മൾ കാണുന്നു, ശമൂവേൽ നിശ്ചയിച്ചിരുന്ന അവധിക്ക് ശമൂവേൽ എത്താൻ കഴിഞ്ഞില്ല. 7 ദിവസം അവൻ കാത്തിരുന്നു. और 8 दिन तक उन्होंने जागते ही रहा। निर्णायक समय में
शमूएल आया नहीं है, शाऊल बादशाह ने वो धूप मचाने के लिए, बलि चढ़ाने के लिए आगे आया है। ആ 9-ാം വാക്യത്തിൽ പറയുക, അപ്പോൾ ശൗൽ ഹോമയാഗവും സമാധാനയാഗവും എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്നവൻ കൽപ്പിച്ചു. ये राजा की प्रभुता करते हैं तू, और याचक करने का काम तुम करने का नहीं। अभी कहता है तू वो बलिदान मेरे ओर लाओ। 9वां पद में ये वचन पाया जाता है। അവൻ കൽപ്പിച്ചു, അവൻ അവിടുന്ന് ജനത്തോട് കൽപ്പിക്കുക, ആ ഹോമയാഗവും സമാധാനയാഗവും എന്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. അത് മാത്രമല്ല, അവൻ തന്നെ ഹോമയാഗം കഴിച്ചു. 9वां पद में तब शाऊल ने कहा, होम बलि और मेल बलि मेरे पास लाओ। तब उसने होम बलि को चढ़ाया। പ്രിയമുള്ളവരെ, ആമേൻ, അത് നടത്തുവാൻ നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാരുള്ളപ്പോൾ प्यारो, वो किया करने के लिए पवित्रताई में लाया हुआ शुद्ध किए हुए याजकों वहां पर है। ये काम तुम्हारा ऊपर सौंपा हुआ नहीं है। എന്നാൽ ശൗലിന്റെ ആജ്ഞ അവർക്ക് ധിക്കരിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവർ ആജ്ഞപ്രകാരം ചെയ്തു. ഇവിടെ പറയുന്നത് ശൗൽ തന്നെ ആ ഹോമയാഗം കഴിച്ചു എന്ന്. ये शाऊल की सेनाओं, सेवकों, शाऊल की आज्ञाकारी बन गया। जो होम बलि शाऊल के हाथ में दिया, शाऊल ने होम बलि चढ़ाया। അതിന്റെ 10-ാം വാക്യത്തിൽ പറയുന്നു, ഹോമയാഗം കഴിച്ച് തീർന്ന ഉടനെ ഇതാ ശമൂവേൽ വരുന്നു. 10वां पद में यही दिया, जो ही वह होम बलि को चढ़ा चुका तो क्या देखता है कि शमूएल आ पहुंचा। ഒന്ന് നോക്കിയ, ഒരു അല്പസമയം കൂടെ അവന് കാത്തിരിക്കുവാൻ കഴിഞ്ഞില്ല. ध्यान दे, थोड़ा सा क्षण समय उन्होंने जागा नहीं है। അവൻ ഒരു അല്പസമയം കൂടെ അവൻ വെയിറ്റ് ചെയ്തിരുന്നുവെങ്കിൽ അവന് ഈ അപരാധം ചെയ്യേണ്ടി വരത്തില്ലായിരുന്നു. थोड़ा सा समय क्षमा के साथ बैठेगा तो ये अपराध करने के लिए रास्ता नहीं होगा था। പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയാ സംഭവിക്കുന്നത്. ദൈവം ഒരുക്കി വെച്ചിട്ടുള്ള നന്മ കാണാതെ നമ്മൾ അവിവേകം കാണിക്കുന്നു. बहुत सारे समय हमारा जिंदगी में भी यही पाया जाता है। यहोवा परमेश्वर ने एक निर्णय की दिन समय हमारे लिए रखा, लेकिन हम उसका वो आगे बढ़ना तैयार करते हैं। അവൻ ഒരിക്കലും ഒരു അങ്കിൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, അവൻ പാസ്റ്റർ, എനിക്ക് ഒരു അല്പസമയം കൂടെ കാത്തിരുന്നെങ്കിൽ, ഒരു അല്പസമയം കൂടെ ഞാൻ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ആ നന്മ പ്രാപിക്കാൻ കഴിയുമായിരുന്നു. എന്റെ അവിവേകം കൊണ്ട് അത് നഷ്ടപ്പെട്ടെന്ന് എന്നോട് പറയാനിടയായി. परमेश्वर के दास की और एक व्यक्ति ने यही कहा, थोड़ा सा समय और मैं जागते रहते थे और थोड़ा समय में घर पे बैठता था। जो अच्छा फलवंत चीज हमारे लिए मिलने का था, ये मैं नष्ट कर दिया है। പത്രോസ് വിളിച്ചു പറയുന്നു, ആകയാൽ അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കര കീഴിൽ താണിരിപ്പീൻ. पत्रोस ने पत्र लिखा, उसमें ऐसी चिल्लाहट के साथ कहा, तो परमेश्वर ने तुमको समय पर उठाने के लिए उनका बलबंद हाथ के नीचे समर्पण करके रहे। ആകയാൽ പ്രിയമുള്ളവരെ, നമുക്ക് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാം. मेरा शब्द सुनने वाले ध्यान दे, थोड़ा समय मसीह की बुलाहट शब्द के लिए ध्यान रहे। ആ ദൈവത്തിന്റെ ശബ്ദത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ദൈവം നമുക്ക് ഒരുക്കി വെച്ചതായ പദ്ധതിയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയും. मसीह की वचन सुनते ही रहे, थोड़ा सा जागते ही रहो, प्रभु की अनुग्रह प्राप्त कर सकते हैं। അവ ഇല്ല എങ്കിൽ ആ ദൈവം ഒരുക്കി വെച്ച പദ്ധതി നമ്മൾ കാണാതെ നമ്മുടെ അവിവേകം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ആമേൻ എടുത്തുചാട്ടം കൊണ്ട് നഷ്ടപ്പെട്ടു പോകും. थोड़ा सा समय जागते नहीं है तो हम जल्दी दौड़कर अपनाने के लिए प्रयत्न करेंगे, हमारे में से खो जाएंगे। നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയാ ചില കാര്യങ്ങൾ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചില കുറുക്ക് വഴികൾ അല്ലെങ്കിൽ നമ്മൾ ചില നമ്മുടേതായ ബുദ്ധിയെ പ്രയോഗിക്കുന്നു. मानोगे हम कुछ करने के लिए
देरी लगने के लिए पवित्र आत्मा कहा, अपना स्वयं चिंता में हम दौड़ते हैं, हमारे में से नष्ट हो जाते हैं। അതിന്റെ കാരണം മനുഷ്യർക്ക് ഇന്ന് ഒന്നിനും സമയമില്ല. അവരെല്ലാം ഇങ്ങനെ ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുക. कारण यही है, मनुष्य को समय नहीं, और ऐसी तेजी गाड़ी की नहीं, हम दौड़ रहा है। ക്രൈസ്തവരോട് പഴയ കഴിഞ്ഞ കാലങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരുടെ കാലങ്ങളിൽ അവർ ദൈവസേനയിൽ കാത്തിരുന്നു, ദൈവത്തിന് വേണ്ടി കാത്തിരുന്നു, അത് പ്രാപിച്ചെടുക്കുവാനിടയായി. हमारा पुरखाओं ने, हमारा बाप दादों ने जागते ही बैठा प्रभु के वरदान के लिए, उनको प्रभु ने दिया, लेकिन आजकल जवानियों ने जागने के लिए तैयारी नहीं है। ആമേൻ. അന്ന് ദൈവസേനയിൽ അവർ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി, ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്നു. उसे जमाने में उपवास करते, प्रार्थना करते, प्रभु की मधुरवाणी मिलने के लिए जागते ही रहते थे, उनको प्रभु वरदान दिया है। आज के दिनों में उपवास और प्रार्थना है ही नहीं है। മാത്രമല്ല, ഇന്ന് അവർ ആ ദൈവ ശബ്ദത്തിന് വേണ്ടിയല്ല കാത്തിരിക്കുന്നത്, പ്രവാചക ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. आज के दिनों में अपने अपने रास्ता पर जागते हैं, फिर बाद में वो भविष्यवक्ता की भविष्यवाणी के लिए जागते हैं। ഞാൻ പ്രവചനപരം തെറ്റെന്നോ പ്രവാചകൻ തെറ്റെന്നോ അല്ല പറയുന്നത്. ആമേൻ. ദൈവം എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ശുശ്രൂഷയാകയാൽ അത് തെറ്റെന്നല്ല പറയുന്നത്. നമ്മൾ അതിന്റെ പിന്നാലെ ഓടുകയല്ല, ദൈവ ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുക. मैं आपको यही चेतावनी देता हूं, परमेश्वर के दास वरदानों वो भविष्यवक्ता को और त्याग करके कहता नहीं है। प्रभु के दास को प्रभु ने वही वरदान दिया है, लेकिन प्रभु हमारे ओर से किया करने के लिए हम प्रभु की ओर जागते ही रहे। അതെ, ദൈവത്തിൽ നിന്നും കേട്ട് അത് അനുസരിച്ച് ചെയ്യുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ കാത്തിരിക്കുക. प्रभु की ओर से सुनते हुए जागते हुए रहे, वो मानते ही रहे। ദൈവസന്നിധിയിൽ അങ്ങനെ കാത്തിരുന്ന് പ്രാപിച്ച് വിജയം നേടിയ അനേകരെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. प्रभु की वचन में नमूना बताने के लिए बहुत सारे हैं, बहुत सारे लोग जो जागते बैठा, प्रभु ने उनको वरदान दिया भी है। എന്നാൽ ശൗലിന്റെ ജീവിതത്തിൽ അവന്റെ പരാജയത്തിന്റെ 5 കാരണങ്ങളിൽ ഒരു കാരണമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. और शाऊल को प्रभुदा राज के द्वीप पर बैठाया, करने के लिए 5 प्रकार की काम कार्य है, कारण है, उसी में एक ही हम बड़ा है। അവന്റെ അഹങ്കാരം അവനെ ആ സ്ഥാനത്ത് നിന്ന് താഴെ തള്ളിയിട്ടു. उनका अहंकार घमंड राजगद्दी से उनको गिरा दिया है। ശമൂവേൽ ഒന്ന് ചോദിക്കുന്നുണ്ട്, നീ ചെയ്തത് എന്താണ്? शमूएल शाऊल की ओर पूछताछ कर रहा है, तू किया क्या है? എന്തുകൊണ്ടാണ് നീ ഈ പ്രവൃത്തി ചെയ്തത്? तू क्यों ये काम किया है? അതിനവൻ പറയുക, ജനം എന്നെ വിട്ട് ചിതറുന്നു എന്ന് കണ്ട് ഞാനിത് ചെയ്തു. और उन्होंने वादी बताता है, बलि चढ़ाने के लिए वेदी पर लोग आया है, निर्णायक समय पर शमूएल आया नहीं है, मुझे त्याग कर लोग अपना रास्ता में जाते हैं, इनको इकट्ठा करने के लिए मैं ये काम किया है। അവന്റെ പേടിയാ, ഞാനിപ്പോ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ ഫെലിസ്ത്യർ വന്ന് എന്നെ കൊന്നുകളയും. वो डर के मानते हुए कहते हैं, डर गया है, मैं छोड़ जाएगा तो अन्य जातियों ने आकर मुझे को घेर लेंगे। നിന്നോട് കൂടെ നിൽക്കുവാൻ തെരഞ്ഞെടുത്ത ജനം, അത് ദൈവമാണ് അവരെ തെരഞ്ഞെടുത്തതെങ്കിൽ നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവം നിന്നോട് കൂടെയുണ്ട്. നീ ജനത്തെ അല്ല നോക്കേണ്ടത്. यारे मैं आपको ये बात चेतावनी देता हूं, चुना हुआ मसीह होवे तो ठहरने की योग्य वही है। हम अपने रास्ता ढूंढना नहीं, मसीह की वाणी के लिए जागते हुए रहे। ശൗലേ, നിന്നെ വിട്ട് സകല ജനവും പിന്മാറിപ്പോയാലും ഒരിക്കലും മാറത്തില്ലെന്ന് വാക്ക് തന്ന ഒരു കർത്താവ് നിന്നോട് കൂടെയുള്ളപ്പോൾ നീ എന്തിനാ ജനത്തെ നോക്കുന്നത്? हे शाऊल, मैं तेरी ओर पूछताछ कर रहा है, तुम्हारा चुनौती मेरा है,
मैं तुम्हें चुन लिया है, चराने की बात मेरा है, जो लोग मेरा है उनको चराने के कर्तव्य के लिए तुमको ठहराया है, तू क्यों अपना रास्ता ढूंढ निकाला? അതെ, നീ ദൈവം തിരഞ്ഞെടുത്ത ആ ദൈവത്തിൽ മാത്രം പ്രത്യാശ വെക്കുക, ദൈവത്തെ മാത്രം നോക്കുക, ജനത്തെ അല്ല നോക്കേണ്ടത്. तू भीड़ों को नहीं देखना, चुनौती मिला और यहोवा पर भरोसा रख, पुनों को तुमको चलाएंगे, भीड़ लोग परमेश्वर का ही है. ആമേൻ. ഇന്ന് ആമേൻ ജനത്തെയാണ് നോക്കുന്നത്, വലിയ കൂട്ടത്തെയാണ് നോക്കുന്നത്, അല്ലാതെ ദൈവത്തെ അല്ല നോക്കുന്നത്. के दिनों में हम देखे बड़ा भीड़ को लोग देखते हैं, बड़ा झुंड को देखते हैं, मसीह पर भरोसा नहीं रखते हैं. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വലിയ കൂട്ടങ്ങൾ വരുമ്പോൾ അവർ സംസാരിക്കേണ്ട രീതിയല്ല, ആ ജനത്തെ ഒന്ന് ഇളക്കി മറിക്കുവാനാണ് ശ്രമിക്കുന്നത്. के दिनों में हम देखते हैं बड़ा भीड़ आता है, मसीह की मधुर वाणी से उनको चलाने के लिए हक नहीं रखते हैं, मन नहीं लगाते हैं, अपना स्वयं चिंता में उनको चलाने के लिए तैयार करते हैं. കാരണം ആ വലിയ സൈന്യത്തെ കാണുമ്പോൾ തന്നെ ഒന്ന് ഉയർത്തുവാനാണ് ശ്രമിക്കുന്നത്, താനാണ് വലിയ വ്യക്തി എന്ന് അവിടെ വെളിപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത്. इतने बड़ा भीड़ को देखते हुए उन्होंने स्वयं चिंता करते हैं, ये भीड़ कहाँ से आया है, ये किसका है, वो नहीं, अपना स्वयं उन्नति और महान दिखाने के लिए कोशिश करते हैं. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? വലിയ കൂട്ടം ആമെ കൂടി വരുമ്പോൾ അവരുടെ മുമ്പ് നിന്ന് വിളിച്ചു പറയുന്നത്, ആമെ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കേണ്ട, ഇതാ ഇപ്പോൾ തന്നെ എല്ലാം ഇതാ ലഭിച്ചു കഴിഞ്ഞു എന്നാ. और भीड़ों को देखते हुए उन्होंने कहते हैं जागने का कोई जरूरत नहीं, उपवास नहीं, प्रार्थना नहीं, आत्मा नहीं, सब कुछ तुमको मिल गया है, ये बात कहकर लोगों को अपनाने के लिए तैयार करते हैं. ആ സമയം പിന്നെ ജനമെല്ലാം തുള്ളിച്ചാടി ഇതാ ഇപ്പോ തന്നെ പിടിച്ചോലെന്ന് പറയുമ്പോൾ അവരെല്ലാം അത് പിടിച്ചു മേടിക്കാൻ വേണ്ടി നിൽക്കുന്നത്. और ऐसी घोषणा करते हैं, जो देखते हुए भीड़ यही बात बताता है, दिया दो हम प्राप्त किया है कहकर उन्होंने अपना घरों की ओर जा रहा है. എന്നെ ശ്രമിക്കുന്ന പ്രിയമുള്ളവരെ, ശൗലിന്റെ ഒന്നാമത്തെ വീഴ്ചയുടെ കാരണം അവന്റെ അഹങ്കാരമായിരുന്നു. मेरे प्यारो, शाऊल के गिरावट की प्रथम कारण यही बात है, घमंड है. അവൻ ചെയ്യാൻ പാടില്ലാത്ത പ്രവൃത്തി ചെയ്തു, അവന്റെ സിംഹാസനം നഷ്ടപ്പെട്ടു. अनुमति नहीं, हुकूमत नहीं, जो काम किया करने के लिए शाऊल ने समय रखा, इसलिए उनका सिंहासन नष्ट हो गया है. ഇന്ന് പകൽക്കാലം ഒരു നിമിഷം നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. आइए सिर झुकाए, एक निमिष, एक घंट समय हम प्रार्थना में लगे. നമ്മെ ഒന്ന് പരിശോധിക്കാം. നാം എത്ര വർഷം ജീവിച്ചു എന്നല്ല, ദൈവസന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ എത്ര ദിവസങ്ങൾ അല്ലെങ്കിൽ എത്ര വർഷമായിരുന്നു. जांच ले अपना आपको स्वयं, जांच ले कितने वर्ष, ये बात नहीं, जिंदा है, जीवित है कितना तक, और मसीह की योजना पर जीवन बिताया. ഒരു ദിവസം ദൈവസന്നിധിയിൽ നമ്മൾ നിൽക്കുമ്പോൾ ആമേൻ കർത്താവ് നമ്മോട് ഈ ചോദ്യം ചോദിക്കും. एक दिन मसीह के सिंहासन की ओर हमको खड़ा करेंगे, तब मसीह में से और वाणी हमारा और आएगा. ഇന്ന് പകൽക്കാലം നമുക്ക് മടങ്ങി വരാം, ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. हम मसीह की वाणी से पीछे हट गया तो वापस आओ, हम आपके लिए प्रार्थना करेंगे. സ്വർഗ്ഗസ്ഥ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, നല്ല സമയത്തിനായി നന്ദി പറയുന്നു. हे स्वर्गीय परमपिता, अच्छे समय के लिए, दिया हुआ अनुमति के लिए हम धन्य कहते हैं. ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങളോട് സംസാരിച്ച വചനങ്ങൾക്കായി സ്തോത്രം. आज सुबह ही वक्त हमारे और तूने बातचीत की, इसी कारण में हम धन्यवाद देता हूँ. ഈ വചനപ്രകാരം ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും കർത്താവ് ബലപ്പെടുത്തുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ये वचन के आधार पर जीने के लिए हमारा जिंदगी में बदलाव डाल. വചനം ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. जितनों ने मेरा वाणी शब्द सुना,
ये सबों को पिता पुत्र पवित्र आत्मा के नाम में अनुग्रह करते हुए प्रार्थना करता है। ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വിശ്വസ്തയോടുകൂടെ നിലകൊള്ളുവാൻ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. हम मसीह की और विश्वास से योग्य रहकर हम प्रार्थना में लवलीन होने के लिए प्रार्थना करते हैं। അവയെ ശുശ്രൂഷിപ്പാൻ ഞങ്ങളെയും ബലപ്പെടുത്തിയ കൃപയ്ക്കായി സ്തോത്രം. सेवकाई के लिए हमें तैयार किया, इसलिए धन्यवाद। പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ. प्रार्थना सुना यीशु मसीह के नाम से, आमीन। ആമേൻ, ആമേൻ, ആമേൻ.